നമ്മളൊക്കെ ദിനേന വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ്. എത്രയോ ചെറുപ്പക്കാരികൾ നടുറോട്ടിൽ മാംസളമായ ഭാഗങ്ങൾ ആംബുലൻസിലേക്ക് പെറുക്കിയെടുക്കുന്ന ദയനീയമായ രംഗങ്ങൾ നാം കണ്ടിട്ടില്ലേ? അപകട മരണങ്ങളിൽ പെടുന്നു എത്രയോ ആളുകൾ. അവിടെ പ്രായവ്യത്യാസമില്ലാതെ വളരെ സൂക്ഷ്മമായി ശ്രദ്ധയോടുകൂടെ ഡ്രൈവ് ചെയ്യുന്ന ആളുകളുണ്ട്. ഒരപകടവും സംഭവിക്കാതിരിക്കാൻ വേണ്ടി സ്ലോവില്, സാവധാനത്തില്, ശ്രദ്ധയോടുകൂടെ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർ, ഡ്രൈവ് ചെയ്യുന്നവരൊക്കെയുണ്ട്. മറ്റുള്ള വാഹനങ്ങൾ അമിത വേഗത്തിൽ വരുന്നത് കൊണ്ടും അവർ അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നത് കൊണ്ടും അവര് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് കൊണ്ടൊക്കെ അപകടത്തിൽപ്പെടുന്ന എത്രയോ നിരപരാധികളുണ്ട്. അങ്ങനെ അപകട മരണങ്ങൾ സംഭവിക്കാതിരിക്കാൻ, വാഹനാപകടങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിക്റും അതേപോലെ തന്നെ ആയത്തുകളും ഒരു അമലാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങളിത് ജീവിതത്തിൽ വാഹനത്തിൽ കയറുന്ന സമയത്ത്, അത് ഏത് വാഹനമാകട്ടെ, സ്വന്തമായി ഡ്രൈവ് ചെയ്യുന്നവരുണ്ടാകും, ഡ്രൈവിംഗ് ജോബായിട്ടുള്ള ജോലിയായിട്ടുള്ള ആളുകൾ ഉണ്ടാകും. വിദേശത്തും സ്വദേശത്തും പ്രവാസികളും സ്വദേശികളൊക്കെ ഡ്രൈവിംഗ് ജോബ് ഏറ്റെടുത്തവരുണ്ടാകും. അവരൊക്കെ അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം ചെയ്താലേ വാഹനാപകടങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ സാധിക്കും. ഈ പറയുന്ന ദിക്റുകള്, ആയത്തുകള് അവരവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കൊരു കാവല് നൽകും, ഒരു ഹിഫ്ള് നൽകും. അവന്റെ മാലാഖമാരെ വിളിച്ച്, മലക്കുകളെ വിളിച്ച് അവർക്കുള്ള പ്രത്യേക സേഫ്റ്റി റബ്ബ് സുബ്ഹാനഹു വ തആല നൽകും. അതുകൊണ്ട് തന്നെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അത് സ്വന്തം ഡ്രൈവ് ചെയ്തു പോകുന്ന വാഹനമാവട്ടെ, പല ആളുകളും പബ്ലിക് വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ്. അങ്ങനെ പബ്ലിക് വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നാം വാഹനത്തിൽ കയറിയാൽ ഉടനെ നാം ചൊല്ലേണ്ട ദിക്റാണ് ഈ പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ കാവല്, അള്ളാഹുവിനെ ഓർത്തു എന്ന് മനസ്സിലാക്കി അള്ളാഹുവിന്റെ ഒരു കാവലുണ്ടാകും. വരാനുള്ളത് വഴിയിൽ നിൽക്കൂല. അള്ളാഹു നമുക്ക് എന്ത് കണക്കാക്കിയിട്ടുണ്ടോ അത് സംഭവിക്കും, അത് തീർച്ചയാണ്. പക്ഷേ നമ്മുടെ ദുആഇന് അതിനെല്ലാം മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട്. പ്രാർത്ഥനകൾ കൊണ്ട് തീരാത്ത പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇല്ല. ദുആ കൊണ്ട് പരിഹരിക്കപ്പെടാത്ത പ്രോബ്ലംസ് ഇല്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് വാഹനത്തിൽ കയറിയാൽ ഉടനെ, എത്രയോ ആളുകൾ ഈ മജ്‌ലിസ് തുടങ്ങിയതിന് ശേഷമൊക്കെ ആയിട്ട് അവരവരുടെ സ്വന്തം മക്കള് വാഹന അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടവര്, ഭർത്താക്കന്മാര് മരണപ്പെട്ടവര്, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ബൈക്ക് ആക്സിഡന്റിൽപ്പെട്ട് ഭാര്യ മരണപ്പെട്ടവരുൾപ്പെടെ നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹുവേ, അവരുടെ ഖബറൊക്കെ നീ സ്വർഗ്ഗമാക്കണം അല്ലാഹ്. അപ്പൊ അത്തരം വാഹനാപകടങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നല്ല വിശ്വാസം വേണം. ആ വിശ്വാസത്തോടുകൂടെ ഞാനിത് ചൊല്ലിക്കഴിഞ്ഞിട്ടാണ്, ഞാനിത് ചൊല്ലിയിട്ടാണ് വാഹനത്തിൽ കയറുന്നത്, ഞാനിത് ചൊല്ലിയിട്ടാണ് എൻ്റെ ഡ്രൈവിംഗ് ജോബ് തുടങ്ങുന്നത്, ഞാനിത് ചൊല്ലിയിട്ടാണ് എല്ലാ ദിവസവും ഞാൻ യാത്ര ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്കൊരു വാഹനാപകടത്തിലും ഞാൻ സംഭവിക്കില്ല എന്ന് കരുതി വളരെ റാഹത്തോടുകൂടെ, വളരെ അച്ചടക്കത്തോടുകൂടെ റോഡിന്റെ നിയമങ്ങളെല്ലാം അനുസരിച്ച്, എന്താണോ റോഡിൽ പാലിക്കേണ്ട നിയമങ്ങൾ അതൊക്കെ അനുസരിച്ച് നാം ചെയ്യേണ്ടത് നാം ചെയ്യണം. അങ്ങനെ ചെയ്ത് കൃത്യമായി വാഹനം ഓടിച്ചാൽ അള്ളാഹുവിന്റെ ഒരു കാവല് ഈ ദിക്റ് ചൊല്ലിയതുമായി ബന്ധപ്പെട്ട് കിട്ടുകയും ചെയ്താൽ അത്തരം അപകടങ്ങളെ തൊട്ടൊക്കെ നമുക്ക് വലിയ കാവല് ലഭിക്കും. അതുകൊണ്ട് ഈ ഒരു ദിക്റ് എല്ലാവരും, എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരും, അത് നല്ല നല്ല ഫലങ്ങളുള്ള ദിക്റാണ്. എല്ലാവരും ജീവിതത്തിൽ പകർത്തിയാൽ ഒരപകടവും നമുക്ക് സംഭവിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വാഹനാപകടങ്ങളെ തൊട്ട് സാധുക്കളായ നമുക്കൊക്കെ വലിയ ഹിഫ്ള് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയോ ആളുകളെ വാഹനാപകടങ്ങളിൽപ്പെട്ട് കാല് നഷ്ടപ്പെട്ടവര്, കാല് തകർന്നവര്, കൈ നഷ്ടപ്പെട്ടവര്, ഡിസ്കിന് കംപ്ലൈന്റ് വന്നവര്, അതേപോലെ തന്നെ ഹെഡിന് ഇഞ്ചുറി വന്നവര്, ഹോസ്പിറ്റലിൽ ഉള്ളവര്, അതേപോലെ തന്നെ ആക്സിഡന്റിൽപ്പെട്ട് ബെഡ് റെസ്റ്റിൽ കഴിയുന്നവരൊക്കെ ഉണ്ട്. അല്ലാഹു അവർക്കൊക്കെ ആജിലായ കാമിലായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യമായിട്ട് വാഹനത്തിൽ കയറിയാൽ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഒന്നുകൂടെ, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന ആയത്ത് ഒരു പ്രാവശ്യം ചൊല്ലാം വാഹനത്തിൽ കയറിയ ഉടനെ. അതെല്ലാവരും ചൊല്ലാറുണ്ടാകും. അത് കഴിഞ്ഞ ഉടനെ 3 ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ എന്നുള്ള സൂറത്ത് 3 പ്രാവശ്യം, സുമ്മ യഖറ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ 3 മറات, 3 പ്രാവശ്യം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ എന്ന സൂറത്ത് ഓതുക. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. അത് 3
പ്രാവശ്യം എല്ലാവരും ചൊല്ലുക. അതിനുശേഷം ആയത്തുൽ കുർസി 3 പ്രാവശ്യം ചൊല്ലുക. ആയത്തുൽ കുർസിനൊക്കെ എന്ത് വലിയ ഹിഫ്ളാണെന്നറിയോ? ആയത്തുൽ കുർസിന്റെ മഹത്വമൊക്കെ പറഞ്ഞാൽ അത്രയും മഹത്വമാണ്. അപ്പൊ ആയത്തുൽ കുർസി 3 പ്രാവശ്യം ചൊല്ലുക. അതിനുശേഷം അവന് ഇങ്ങനെ ദുആ ചെയ്യാം: അല്ലാഹുമ്മ സല്ലിംനി വസല്ലിം മാ മഈ, അല്ലാഹുമ്മ സല്ലിംനി വസല്ലിം മാ മഈ, അല്ലാഹുമ്മ സല്ലിംനി വസല്ലിം മാ മഈ എന്ന് പറഞ്ഞ് ദുആ ചെയ്യാം. ഇത് ജീവിതത്തിൽ പകർത്തുക. അപ്പോൾ 3 കാര്യങ്ങൾ: സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്നത് 1 പ്രാവശ്യം, ഇന്നാ അൻസൽനാഹു 3 പ്രാവശ്യം, ആയത്തുൽ കുർസി 3 പ്രാവശ്യം. ഇതിങ്ങനെ ചൊല്ലിയാൽ വലിയ ഫലങ്ങളുണ്ട്. അതിന്റെ തൊട്ട് മുമ്പായിട്ട് ഫാത്തിഹ 3 പ്രാവശ്യം ഓതാനുണ്ട്. അപ്പൊ ഒന്നുകൂടെ സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ എന്ന് ചൊല്ലിയിട്ട് ഫാത്തിഹ 3 പ്രാവശ്യം, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്നുള്ള 3 പ്രാവശ്യം, ആയത്തുൽ കുർസി 3 പ്രാവശ്യം. ഇത് മാത്രം മതി. ഒരപകടങ്ങളിലും സംഭവിക്കൂല. എന്തുകൊണ്ട് അപകടങ്ങളിൽ സംഭവിക്കൂല? പടച്ച തമ്പുരാൻ റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ ഹിഫ്ള് നൽകും, വലിയ കാവല് നൽകും. കാരണം ആയത്തുൽ കുർസിയൊക്കെ വലിയ ഹിഫ്ളുള്ളതാണ്. ആയത്തുൽ കുർസി നിങ്ങൾക്കറിയാൽ അത്രയും ഹിഫ്ളുള്ളതാണ്. ഇത് ജീവിതത്തിൽ പകർത്തിയിട്ട് വാഹനത്തിലേക്ക് പ്രവേശിക്കുക. അത് സ്വന്തം ഡ്രൈവ് ചെയ്യുന്നവരാണെങ്കിലും, ഇപ്പോൾ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന വളരെ നല്ല സ്ട്രിക്റ്റ്ലി അവിടെ ഭയങ്കര റോഡ് നിയമങ്ങളൊക്കെ ഉള്ളതാണ്. എന്നാലും മലയാളികൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് വാർത്തകൾ കേൾക്കാറില്ലേ? അപകടങ്ങളിൽ പെട്ടിട്ട്. അപ്പൊ അത്തരം അപകടങ്ങളിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടി അവര് എവിടെയാണെങ്കിലും, അവര് ഹൗസ് ഡ്രൈവറൊക്കെ ആണെങ്കിലൊക്കെ എന്താണെങ്കിലും ചെറിയ യാത്രകൾക്ക് പോലും വാഹനത്തിൽ കയറിയാൽ ഉടനെ ഇത്തരം വിഷയങ്ങളിലേക്ക് പ്രവേശിക്കുക. കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്, നാം ആ ഒരു ശീലം ഒഴിവാക്കണം. അതാര് ചെയ്യുകയാണെങ്കിലും ആ ശീലം ഒഴിവാക്കണം. നമ്മുടെ വാഹനത്തിനുള്ളിൽ മ്യൂസിക് സിസ്റ്റം ഉണ്ടാകും. അത് ഇൻബിൽട്ടായിട്ട് വാഹനങ്ങളിൽ ഉള്ളതുണ്ട്. അതേപോലെ തന്നെ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അതിൽ ചെയ്യിപ്പിക്കുന്നതുണ്ട്. എങ്ങനെ ഉള്ളതാണെങ്കിലും ആ വാഹനത്തിൽ ഹറാമുള്ള രൂപത്തിലുള്ള ഒരു സംഭവങ്ങൾ അതിൽ വെക്കരുത്, അത് കേൾക്കരുത്. അതൊക്കെ നമ്മൾ ഈ ചൊല്ലിയതുകൊണ്ടൊരു കാര്യം ഉണ്ടാവില്ല. കാരണം നാം അള്ളാഹുവിന്റെ ഹിഫ്ള് ലഭിക്കാൻ വേണ്ടി, അവന്റെ കാവല് ലഭിക്കാൻ വേണ്ടിയാണ് ഇത്തരം പ്രവർത്തനങ്ങളിലേക്കൊക്കെ പ്രവേശിക്കുന്നത്. ആ സമയത്ത് നാം അതിനുശേഷം പിന്നീട് നാം എന്തെങ്കിലും സിനിമാ സോങ്സോ അല്ലെങ്കിൽ മ്യൂസിക്കൽ സോങ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമകളോ മൂവികളോ ഒക്കെ അതിൻ്റെ ഉള്ളിൽ പ്ലേ ചെയ്യിപ്പിച്ച് പോകുമ്പോൾ എന്തു ബറക്കത്താണ് പ്രിയമുള്ളവരെ ഉണ്ടാവുക. അപ്പോൾ അതില് എന്താ മാലാഖമാരുടെ സാന്നിധ്യം, മലക്കുകളുടെ സാന്നിധ്യം, അള്ളാഹുവിന്റെ പ്രത്യേക ഹിഫ്ള് അതിലുണ്ടാവുമോ? അപ്പോൾ നിങ്ങൾ വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലുമൊക്കെ അത്തരം സോങ്സുകളോ മറ്റൊക്കെ ഇടുമ്പോൾ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകും. അവരോട് പറയാം, നമ്മളൊരു യാത്ര പോകുകയല്ലേ, അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചിട്ടല്ലേ യാത്ര പോകുന്നത്. തവക്കൽതു അലല്ലാഹ്. എത്രയോ അപകടങ്ങൾ സംഭവിക്കുന്നു. നാം ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അപകടത്തിൽ പെട്ടുകഴിഞ്ഞാൽ നമുക്ക് എന്ത് നന്മയാണുള്ളത്? എപ്പോഴാണ് നമ്മൾ മരണപ്പെടുക എന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഇത് ഒഴിവാക്കിയിട്ട് എന്തെല്ലാം ഇന്ന് നല്ല ട്യൂണില് ബുർദ ചൊല്ലുന്നത് കിട്ടും, അതേപോലെ തന്നെ മദ്ഹ് സോങ് കിട്ടും, നല്ല വിശുദ്ധ ഖുർആൻ കിട്ടും. വലിയ ബറക്കത്തല്ലേ? നല്ല രസമുള്ള ഒരുപാട് ഖുർആൻ പാരായണങ്ങളുടെ വീഡിയോസും അതേപോലെ തന്നെ ഓഡിയോസൊക്കെ ഇന്ന് പല സൈറ്റുകളിൽ നിന്ന് കിട്ടും, യൂട്യൂബിലൊക്കെ ഉണ്ടാകും. ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ നിന്ന്, അറബ് രാഷ്ട്രങ്ങളിൽ നിന്ന് വലിയ വലിയ ഇമാമുകൾ ഓതുന്ന നല്ല മനോഹരമായ ഖിറാഅത്തുകൾ കിട്ടും. ആ ഒരു ആസ്വാദ്യം അത് എവിടുന്നും കിട്ടൂല. അങ്ങനെ ആസ്വദിക്കാൻ കഴിയുന്ന ഖുർആന്, ആ ഖുർആൻ പ്ലേ ചെയ്യാൻ, അതേപോലെ തന്നെ ബുർദ പ്ലേ ചെയ്യാൻ, അത് ഹബീബായ തങ്ങളുടെ മദ്ഹാണ്. അത് കാരണമായിട്ട് നമുക്ക് വലിയ ഖൈർ വന്നു ചേരാൻ കാരണമാകും. നമ്മുടെ കാതുകൾ കേൾക്കുന്നത്, നമ്മുടെ ശ്രദ്ധ വരുന്നത് അതൊക്കെ നന്മയിലേക്കായി മാറും. അപ്പൊ നമുക്ക് വലിയ കാവലും ഹൈഫിലൊക്കെ ലഭിക്കും. അതുകൊണ്ട് ആ കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ച് വാഹനത്തിലേക്ക് ഈ പറയുന്നത് പോലെ കാര്യങ്ങൾ 3 ഫാത്തിഹ, 3 ഇന്നാ അൻസൽനാഹു, 3 ആയത്തുൽ കുർസി, 3 ഇത്രയും കാര്യങ്ങൾ ചൊല്ലിയിട്ട് വാഹനത്തിലേക്ക് പ്രവേശിക്കുക. അല്ലാഹുമ്മ സല്ലിംനി വസല്ലിം മാ മഈ എന്ന് ദുആ ചെയ്യുക. അതോടുകൂടെ അപകടങ്ങളിൽ നിന്നൊക്കെ വലിയ കാവല് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം അപകടങ്ങളെ തൊട്ട് സാധുക്കളായ നമ്മയൊക്കെ രക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, ഒരുപാട് ആളുകൾ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ കൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നൂറെ മദീനയിൽ കഴിഞ്ഞ ഈ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഒരുപാട് വീഡിയോസുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തപ്പോൾ ജോലി ശരിയായി
ശരിയാവാൻ, പ്രവാസികളുടെ അവരുടെയൊക്കെ ജോലിയിൽ, സ്വദേശികളുടെ ജോലിയിലൊക്കെ ബറക്കത്ത് ലഭിക്കാൻ അവരുടെ പേഴ്സിൽ വെക്കേണ്ട ഒരു വിഷയം, അങ്ങനെ തുടങ്ങി സിഹറിന്റെ ലക്ഷണങ്ങൾ, ആ സിഹർ ബാത്തിലാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് വീട്, പറമ്പ്, ഇവകളുടെ ദോഷങ്ങൾ, ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ നാം ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതന്നെ ഒരുപാട് ആളുകൾ അത് കണ്ടിട്ട് ഫോൺ വിളിക്കുന്നുണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഫോൺ വിളിക്കുന്നതിനേക്കാളും ബെറ്റർ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴി നിങ്ങൾ അപ്പോയിൻമെന്റും ടൈമൊക്കെ എടുത്ത് ആ ടൈമിന് ഫോൺ വിളിക്കുമ്പോൾ നമ്മൾക്ക് എടുക്കാൻ പറ്റും. നിരന്തരം ഒരുപാട് ഫോൺ കോളുകൾ വരുമ്പോൾ അത് അപ്പോയിൻമെന്റ് ചെയ്യുന്നവരുടേത് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ച് ആ നമ്പർ നോക്കിയിട്ടാണ് എടുക്കുക ഇൻഷാ അല്ലാഹ്.